പത്തനംതിട്ട ഗുരുനാഥൻ മണ്ണ് ദൃശ്യഭംഗി കൊണ്ട് ആരെയും ആകർഷിക്കുന്നൊരിടമാണ്. പക്ഷേ മലയോര മേഖലയായ ഇവിടെ ജനം വന്യജീവി ആക്രമണങ്ങളാൽ പൊറുതിമുട്ടുകയാണ്. ശ്രീകുമാരനും സംഘവും റൈഡിംഗ് റിപ്പോർട്ടറുമായി ഗുരുനാഥൻ മണ്ണിലാണ് എത്തിയിരിക്കുന്നത്. നോക്കാം റിപ്പോർട്ട്. റിപ്പോർട്ട് ഷൂട്ട് ചെയ്യണ്ടേ? ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഞാൻ ആ റെനിയോട് കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടടാ. ഒരു മിനിറ്റ്, ഒന്ന് വിളിച്ചോട്ടെ. റെനി ആ റെനിയുണ്ട്. എടാ റെനി, നീ എവിടെടാ? എടാ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യടാ, ഇന്ന് കൊടുക്കണടാ. അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ വാ, വെയിറ്റ് ചെയ്യാം, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല വിഷ്വൽസ് അല്ലേ? നല്ല വിഷ്വൽ ഇടുന്ന സ്ഥലം തന്നെ ആയിരിക്കും. നല്ല വൈബ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം, റെനി വരട്ടെ. അതെ, എങ്ങനെയുണ്ട് വിഷ്വൽസ്? വിഷ്വൽസ് ഗംഭീര വിഷ്വൽസാണ്. ഈ സ്ഥലപ്പേരെന്താടാ? ഗുരുനാഥൻ മണ്ണ്. അടിപൊളി സ്ഥലമല്ലേ? അടിപൊളി സ്ഥലമാണ്. അപ്പോൾ സഞ്ജയ് വണ്ടി കയറി, ഞങ്ങൾ അവിടേക്ക് ഈ വാഹനത്തിൽ വരാം. ഓക്കെ, പോവാം. റെനി, നല്ല സ്ഥലമാണടാ, അടിപൊളി സ്ഥലമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഗംഭീര സ്ഥലമാണ്. പത്തനംതിട്ട നല്ല വളരെ പ്രകൃതിയോട് അടുത്തിരിക്കുന്ന നല്ല സ്ഥലമാണ്. അതെ അതെ. പക്ഷേ ഇവിടെ എന്താ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാ? പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ. കാരണം ഇവിടെ കൂടുതൽ ആൾക്കാരും കർഷകരാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരു നിസ്സാര തെങ്ങ്, ഒരു വാഴ നട്ടാൽ പോലും അതിന്റെ ഫലങ്ങളൊന്നും കിട്ടുന്നില്ല. അതിന്റെ കാരണം ഒന്ന് വന്യജീവി അതുപോലെ ഇറങ്ങിയിരിക്കുന്നത്. കാരണം കാടിനേക്കാൾ കൂടുതൽ നാട്ടിലാണ് വന്യമൃഗങ്ങൾ. ഞാൻ അവിടുന്ന് വന്നപ്പോൾ ഞാൻ റെനിയോട് പറയായിരുന്നു, ഏറ്റവും മനോഹരമായ പ്രദേശമാണ്. ജീവിക്കാനൊക്കെ നല്ല സുഖമായ കാലാവസ്ഥ, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു, ഈ തണുത്ത കാലാവസ്ഥ, ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണ്. പക്ഷേ ആവശ്യമില്ല. കാട്ടുമൃഗങ്ങളെ കുരങ്ങ്, മലയണ്ണാനെ, ആന, കാട്ടുപോത്ത്, പന്നി, കാട്ടുപോത്ത്, പുലി, സിംഹം അല്ലാത്ത എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഇപ്പൊ പട്ടഭൂമിയിൽ താമസിക്കുന്നത്. ഞാൻ 65 വയസ്സുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു തള്ള. ഞാൻ എന്നെ എന്തോ ഈ ഫോറസ്റ്റുകാരോടൊക്കെ കേട്ടാ പറയാറില്ലേ നമ്മള്? വർഷാരോട് പറഞ്ഞു അവരെന്ത് ചെയ്യാൻ, അവര് ചെയ്യാവുന്നതല്ല, അതിന് വലിച്ച് അവരിട്ടു. പക്ഷെ ആന ഇന്ന് ഈ കഴിഞ്ഞ രാത്രി വന്ന് ആ പന തള്ളി അതിന്റെ മണ്ടയിലിട്ടിട്ട് അത് ഇറങ്ങിയത്, കയറി വന്ന് ഇങ്ങനെ വന്ന് ഈ തെങ്ങും എടുത്ത് ഇങ്ങനെ ശല്യം. അപ്പോൾ ആനയെന്ന് പറഞ്ഞെങ്കിൽ മനുഷ്യനേക്കാളും ഒക്കെ 100 ഇരട്ടി ബുദ്ധിയുള്ള ജീവിയാണ്. ഈ ആന ഇതൊക്കെ തള്ളിക്കഴിഞ്ഞാലും ഒരു പൈസ പോലും നമുക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം കിട്ടത്തില്ല. പിന്നെ ഈ കഴിഞ്ഞ ആണ്ടിലാണ് ഈ സമയത്ത് എൻ്റെ 83 പന്നി ചത്തുപോയി. പന്നിപ്പനി വന്ന് പന്നി ഫാം ഉണ്ടായിരുന്നു. അതിന് 5 പൈസ പോലും കിട്ടിയില്ല. അത് ഞാൻ ഇതിന്റെ പുറകെ പോയി ലൈസൻസ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കരം കെട്ടിയ രസീതിന്റെ കോപ്പി കൊടുക്കണമെന്ന് പറഞ്ഞു. നമുക്ക് പട്ടയില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ? ഇതിപ്പോ ഞാൻ പറഞ്ഞ ഈ കാട്ടാനകൾ ഇങ്ങനെ വരുന്ന സമയത്ത്, ഇതിനെ ഈ പന്നികളൊക്കെ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവ് പന്നിക്ക് മാത്രമേ ഉള്ളൂ. അത് അതിന് ഷൂട്ടർമാരൊക്കെ ഉണ്ടോ? അതിനുള്ള ലൈസൻസ് ഉള്ള തോക്ക് വേണം, ലൈസൻസ് ഉള്ള ഷൂട്ടർ വേണം, അതൊക്കെ വേണം. അതൊക്കെ ഇവിടെ ഈ പ്രദേശത്ത് ഉണ്ടോ? ഇവിടെ ഇല്ല. ഈ പന്നികൾ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാന്നുള്ളതിനപ്പുറത്തേക്ക് പറഞ്ഞു. ചിറ്റാറ് ഭാഗത്തും കണ്ട ഒരാൾക്കുണ്ട്. ഇന്നാല് ആണ്ട് അവിടെ ആഡിറ്റോറിയത്തിൽ പന്നി കയറിയപ്പോൾ അവര് വെടിവെച്ച് കൊണ്ടായിരുന്നു. അത്രേ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊന്നുമില്ല. ഇവർക്ക് ലൈസൻസ് തരത്തില്ല. പട്ടയം കുറച്ച് വീട്ടുകാർക്കല്ല ഉള്ള അവിടെ പട്ടയം. പട്ടയഭൂമിയിലും കൈവശഭൂമിയിലും മരം മുറിക്കാനുള്ള അനുവാദം കൂടെ തരണം. ഇത് മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര കേസാണോ? കേസാണ്. അവര് മറ്റേ പറയുന്നത് മുറിക്കാൻ പാടില്ല. അത് നിങ്ങൾ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടി. അതിപ്പോ ഈ മുട്ടിൽ മരം മുറി അങ്ങനെ നടന്നത് കൊണ്ടാണ് കൂടുതലും പ്രശ്നങ്ങൾ വന്നത് പട്ടയഭൂമിയിലാണ്. പക്ഷെ അവിടുത്തെ സാഹചര്യം അല്ല ഇവിടുത്തെ സാഹചര്യം. ആ നാട്ടിലെ സാഹചര്യമല്ല ഈ നാട്ടിലുള്ളത്. ഈ നാട്ടിലെ ആൾക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് അടിയന്തരമായിട്ട് നിങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന പ്രധാനപ്പെട്ട സാധനം ഒന്ന് പട്ടയ പ്രശ്നം, ഒന്ന് മരം മുറിക്കാനുള്ള അനുമതി, വന്യജീവികളിൽ നിന്ന് സ്വത്തിനും കൃഷിക്കും സംരക്ഷണം. അവനവന്റെ പെരയിടത്തിൽ വരുന്ന വന്യജീവികളെ അവനവന് കൊല്ലാനുള്ള അവകാശം തരണം. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലേ ഈ ജില്ലയാണ് ഏറ്റവും ജീവിക്കാൻ മനോഹരമായ ജില്ല, പത്തനംതിട്ട. ഈ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പരിഹരിക്കട്ടെ. ആളുകൾ ഇവിടെ തന്നെ തുടരട്ടെ. സഞ്ജയ് ഇക്ബാലിനും രതീഷ് മാടമ്പശ്ശേരിക്കും റെനി ചിറ്റാറിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.